അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ് സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. അപ്പോൾ ഇതിൽ ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതായത് ട്രിഗ്നോമെട്രിയിൽ നമ്മുടെ സൈൻ തീറ്റ എന്താണ്, കോസ് തീറ്റ എന്താണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതുപോലെ ഓരോന്നിന്റെയും വാല്യൂ സൈൻ 30, സൈൻ 60 അങ്ങനെ വാല്യൂ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതിൽ ആവശ്യമായിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് അറിയേണ്ടത് ഇതിൽ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും എന്താണെന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അത്ര ടഫ് ഉള്ള ഒരു ചാപ്റ്റർ അല്ല, കുറച്ച് എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ എന്താണ് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്നുള്ളത് ആദ്യം പറയും. ആംഗിൾ ഓഫ് എലിവേഷൻ ഇപ്പോ നമ്മൾ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്നുള്ള ലൈൻ ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ അല്ലെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗിൾ ഇവിടെ നിന്ന് ഇതിൽ നിന്ന് നമ്മൾ മുകളിലോട്ടേക്കാണ് നോക്കുന്നതെങ്കിൽ ഇപ്പൊ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ മുകളിലേക്കുള്ള ഒരു വസ്തുവിനെ നോക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ മുകളിലേക്ക് ഇപ്പൊ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെങ്ങിന്റെ മുകളിലേക്കോ എങ്ങനെ ഏതിലെങ്കിലും നോക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ ഈ കണ്ണിൽ നിന്ന് നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ ലൈന് അതുപോലെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ രണ്ട് ആംഗിൾ അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി ഇതേ തന്നെ നമ്മളിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ ആരെങ്കിലും നിൽക്കുന്നുണ്ട്, അവരെ നോക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളെ സ്ട്രെയിറ്റ് കണ്ണെന്നുള്ള ആംഗിൾ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ടേക്കാണ് നോക്കുന്നത്. അപ്പൊ താഴോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ വരുന്ന ആംഗിൾ, ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ ഇത്രയും ഇതിൽ അറിയേണ്ടതുള്ളൂ. നമ്മൾ താഴെ നിന്നിട്ട് മുകളിലോട്ടാണ് നോക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ, അതുപോലെ മുകളിൽ നിന്ന് താഴോട്ടാണ് നോക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ അതുപോലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഫിഗർ വരയാൻ അറിയുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എക്സസൈസിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സർക്കസ് ആർട്ടിസ്റ്റ് ഈസ് ക്ലൈംബിംഗ് എ 20 meter long rope which is tightly stretched and tied from the top of a vertical pole to the ground. Find the height of the pole if the angle made by the rope with the ground level is 30 degree. ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഒരു സർക്കസ് ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു റോപ്പിൽ ക്ലൈംബ് ചെയ്യുന്നു. 20 meter നീളമുള്ള ഒരു റോപ്പിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്തു. ആ റോപ്പ് എങ്ങനെയാണ് ഒരു പോളുമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മൾക്ക് പോള്. ഈ പോളിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഹൈറ്റ് അറിയില്ല, ആ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ റോപ്പ്, ഇതാണ് റോപ്പ്. ഇപ്പൊ ഒരു തൂണിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് റോപ്പ്. അപ്പോൾ ഈ റോപ്പ് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാവുന്ന ആംഗിൾ ആണ് എത്ര? 30 degree. ഇപ്പൊ ഫിഗർ വരയാനാണ്. അതായത് ഇത് റോപ്പിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 20 meter. അത് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 degree ആണ്. അത് ഒരു പോളുമായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടാണുള്ളത്. ആ പോളിന്റെ ഹൈറ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ABC എന്ന് പേര് കൊടുക്കാം. ABC എന്ന് പേര് കൊടുക്കുമ്പോൾ ഇവിടെ AB ആണ് ഹൈറ്റ് ഓഫ് ദ പോൾ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് എപ്പോഴും ഇത് 90 degree ആയിരിക്കും അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഒരു പോളിലാണ്, പോള് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെയാണ് അറിയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സൈഡും അറിയാം, ആംഗിളും അറിയാം. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ആലോചിക്കാം. അതായത് ഇവിടെ ആംഗിൾ 30 degree തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് സൈഡും അറിയാം. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് AB എന്ന് പറയുന്നത്. ABയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ കഴിയില്ല. പൈതഗോറസ് തിയറം അറിയണമെങ്കിൽ രണ്ട് സൈഡെങ്കിലും അറിയണം. ഇവിടെ ഒരു സൈഡും നമുക്ക് ഒരു ആംഗിളും ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ഏത് റേഷ്യോ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ആലോചിക്കും. അപ്പൊ ഇൻ റൈറ്റ് ട്രയാങ്കിൾ ABC റൈറ്റ് ട്രയാങ്കിളിൽ ഇവിടെ ഇത് ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസും വരുന്നത് നമുക്കറിയാം. എന്താണ്? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ്.
അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കുന്നു ഇവിടെ sin 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ ബി ബൈ എ സി. എ ബി ബൈ എ സി ഇസ് ഈക്വൽ ടു sin 30. അപ്പൊ sin 30യുടെ വാല്യൂ എത്രയാണ്? 1/2. sin 30 എന്ന് പറയുന്നത് 1/2. ഇവിടെ എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി ഡിവൈഡ് ബൈ എ സി എന്ന് പറയുന്നത് 20. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 20 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്താൽ മതി. എ ബി ഈക്വൽ ടു 20/2. 20/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ പോൾ. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഞാൻ അടുത്തത് നോക്കാം. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രീ ബ്രേക്സ് ഡ്യൂ ടു സ്റ്റോം ആൻഡ് ബ്രോക്കൺ പാർട്ട് ബെൻഡ് സോ ദാറ്റ് ദ ടോപ്പ് ഓഫ് ദ tree touches the ground making an angle 30 degree. Touches the ground making an angle 30 degree with it. The distance between the front of the tree to the point where the top touches the ground is 8 meter. Find the height of the tree. ഇവിടെ height of the tree ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താണ് പറയുന്നത്? ഒരു ട്രീ, ഇതാണ് നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. എ സി എന്നുള്ള ട്രീ. അത് കാറ്റടിച്ചപ്പോ എന്തായി? പകുതിക്ക് വെച്ചിട്ട് പൊട്ടി വീണു. പൊട്ടിയിട്ട് അത് ഫുള്ളായിട്ട് പൊട്ടിപ്പോയില്ല. അത് ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. അപ്പൊ ഇത് ഫുള്ളുള്ള ഒരു ട്രീ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടുന്ന് പൊട്ടി ഇങ്ങനെ നമുക്കിങ്ങനെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തു. ആ ആംഗിൾ ആണ് 30 ഡിഗ്രി. അതുപോലെ ആ പൊട്ടി വീണ ആ ഡിസ്റ്റൻസ്, പൊട്ടി വീണതും ആ മരം ഉള്ളതും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് നമുക്ക് കാണേണ്ടത്. എന്താണ് ഇവിടെ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്? ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്. അതായത് എ ബി പ്ലസ് ബി സി ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ. അപ്പൊ എ ബി പ്ലസ് ബി സി കിട്ടണമെങ്കിൽ നമുക്ക് ഏതെല്ലാം ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ കിട്ടുക എന്നുള്ളത് നോക്കുക. അപ്പോ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കണം. ഈ ബി സി തന്നെയാണ് എന്ത്? ബി ഡി. ബി സി എന്ന് പറയുന്നത് പൊട്ടി, മരം ഫുള്ളായിട്ട് നിൽക്കുന്ന മരം പൊട്ടി വീണപ്പോഴുള്ളതാണ്. ആ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ബി സി എന്ന് പറയുന്നത് ബി ഡിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് സൈഡാണ്. അതുപോലെ ഇത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ആംഗിൾ വെച്ചിട്ടാണ് നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ ബി, അതും കിട്ടണം. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് സൈഡും കിട്ടണം. അപ്പൊ ആദ്യം നമുക്ക് അറിയുന്നത് ഏതാണ്? അഡ്ജസന്റ് സൈഡ് അറിയാം. അഡ്ജസന്റ് സൈഡ് അറിയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സൈഡ് കാണണമെങ്കിൽ ഇവിടെ ഒരു ആംഗിളും ഉണ്ട്. ഏത് എടുത്താൽ മതി? അഡ്ജസന്റ് സൈഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഡിയിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സൈഡ്, അഡ്ജസന്റ് സൈഡ് അത് വരുന്നത് ഏതിലാണ്? കോസ് അല്ലെ? കോസ് 30. കോസ് 30 ഈക്വൽ ടു, കോസ് 30 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ് എന്ത്? കോസ് 30. അപ്പൊ ഇവിടെ കോസ് 30 ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് എന്താണ്? എ ഡി. എ ഡി ബൈ ബി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി ഡി ആണ്. അപ്പോ ഇവിടെ കോസ് 30 എന്ന് പറയുന്നത് sin 30 1/2 ആണെങ്കിൽ കോസ് 30 √3/2. √3/2 ഈക്വൽ ടു എ ഡി എന്ന് പറയുന്നത് 8 ബൈ ബി ഡി. അപ്പോ ബി ഡി ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. √3 ബി ഡി ഈക്വൽ ടു 2 × 8 ഈക്വൽ ടു 16 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി ഡി ഈക്വൽ ടു 16 ബൈ √3. അത്രയാണ് ബി ഡി എന്നുള്ളത്. ഇത്രയും മീറ്റർ ബി ഡി കിട്ടി. ഇനി എന്താണ് നമുക്ക് കിട്ടേണ്ടത്? എ ബി കിട്ടണം. അപ്പോൾ ആലോചിക്കുക, ഇവിടെ ആംഗിൾ ഉണ്ട്, അഡ്ജസന്റ് സൈഡും ഉണ്ട്. അപ്പൊ ഈ സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ എന്തെടുത്താൽ മതി? ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. tan 30. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും വരുന്നത് tan 30. അപ്പോൾ tan 30 ഈക്വൽ ടു, tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ അതില് tan 30 എന്ന് പറയുന്നത് 1/√3. 1/√3 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? എ ബി. അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 8. അപ്പൊ എ ബി ഈക്വൽ ടു എത്ര കിട്ടി? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8/√3. എ ബി എന്ന് പറയുന്നത് 8/√3 ആണ് കിട്ടുന്നത്. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് വേണ്ടത്. therefore height of the tree equal to
16/√3, അതായത് രണ്ടും കൂടി AD AB പ്ലസ് BC. AB എത്രയാണ്? 8/√3. 8/√3 പ്ലസ് 16/√3. അപ്പൊ 24/√3 ആണ് വരുന്നത്. 24/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റാഷണലൈസ് ചെയ്താൽ മതി. അപ്പൊ √3 ഡിവൈഡ് ബൈ √3. അപ്പൊ എന്തായി? 24√3/3. 24√3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8√3. 8√3 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആണ്. ഏതെല്ലാം സൈഡാണ് കാണേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ റേഷ്യോ എടുത്താൽ മതി. ടാന് അതുപോലെ സൈഡ് ഏതാണ് നോക്കിയിട്ട് എടുക്കുക. ഇവിടെ ട്രീ ഫുള്ള് ഹൈറ്റ് എന്ന് പറയുന്നത് AB പ്ലസ് BC ആണ് കിട്ടുന്നത്. BC അത് പൊട്ടി വീണതാണ്, അത് BD തന്നെയാണെന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോൺട്രാക്ടർ പ്ലാൻസ് ടു install 2 slides for children to play in a park. For the children below the age of 5 years, she prefers to have a slide whose top is at a height of 1.5 meter and is inclined at an angle of 30 degree to the ground. Whereas for elder children, she wants to have a steep slide at a height of 3 meter and inclined at an angle 60 degree to the ground. What should be the length of the slides in each case? രണ്ട് കേസിലും അവിടെ നമുക്ക് ലെങ്ത് ആണ്, സ്ലൈഡിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 years നമുക്കറിയാം ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററേ ഉള്ളൂ. അപ്പൊ ആ സ്ലൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അതിന്റെ ലെങ്ത് അത് ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്, സ്ലൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പൊ അത് ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് അവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ AC കണ്ടുപിടിക്കണം. അതുപോലെ എൽഡർ ചിൽഡ്രൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഹൈറ്റ് എന്ന് പറയുന്നത്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ സ്ലൈഡിന്റെ ലെങ്ത് കാണും. അപ്പൊ രണ്ട് കേസിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ABCയിൽ നോക്കുകയാണെങ്കിൽ AC എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഹൈപ്പോടെന്യൂസ് സൈഡ് ആണ്. അതുപോലെ ഹൈപ്പോടെന്യൂസ് സൈഡ് ആണ്. അതുപോലെ ഇതിലും നമുക്ക് ഹൈപ്പോടെന്യൂസ് സൈഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഹൈപ്പോടെന്യൂസ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് ഏതെടുത്താലാണ് അവിടെ AC കിട്ടുക? ഇൻ ട്രയാങ്കിൾ ABCയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ABCയിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്നുണ്ട്, ഹൈപ്പോടെന്യൂസ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ sin 30 ഈക്വൽ ടു, അത് ആലോചിച്ച് നോക്കിയാൽ മതി, ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോടെന്യൂസും വരുന്നത് ഏതിലാണ്? സൈനിൽ. അപ്പൊ sin 30 ഈക്വൽ ടു AB/AC ആണ്. AB/AC എന്ന് പറയുമ്പോൾ അവിടെ AB എത്രയാണ്? 1.5/AC. sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ AC ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. AC is equal to 1.5 into 2. 1.5 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. അപ്പൊ 3 മീറ്റർ ആണ് AC എന്നുള്ളത് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൽ നോക്കാം. ഇതിലേക്ക് ട്രയാങ്കിൾ PQR, ട്രയാങ്കിൾ PQRൽ നമുക്ക് ഹൈപ്പോടെന്യൂസ് സൈഡ് കിട്ടണം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? sin 60 ഈക്വൽ ടു PQ/PR. അവിടെ PQ എന്ന് പറയുന്നത് 3/PR. ഇവിടെ sin 30 എന്ന് പറയുന്നത് എന്താണ്? √3/2. ഇത് 1/2 ആണെങ്കിൽ sin 60 എന്ന് പറയുന്നത് √3/2 ആയിരിക്കും. അപ്പൊ ഇവിടെ PR എന്ന് പറയുന്നത് 6, അതായത് √3 into PR ആണ് 6 എന്ന് പറയുന്നത്. PR ഈക്വൽ ടു 6/√3. അപ്പൊ റാഷണലൈസ് ചെയ്യുക. √3/√3 എത്രയാണ് വരുന്നത്? √3/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/3 into √3, അതായത് 2√3 മീറ്റർ ആണ് എൽഡർ ചിൽഡ്രന് കിട്ടുന്നത്. സ്ലൈഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതുപോലെ സ്ലൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽഡർ ചിൽഡ്രൻ്റെ എത്രയാണ്? 2√3ഉം. അതുപോലെ ബിലോ ദി ഏജ് ഓഫ് 5 ഇയേഴ്സിന് നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 മീറ്റർ. ആ ക്വസ്റ്റ്യൻ അത്രയും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ the angle of elevation of the top of a tower from a point on the ഗ്രൗണ്ടിൽ നിന്ന് ഒരു ടവറിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ വിച്ച് ഈസ് 30 മീറ്റർ എവേ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. ടവറിന്റെ ഫൂട്ടിൽ നിന്ന് 30 മീറ്റർ എവേയിൽ നിന്ന് ടവറിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? വിച്ച് ഈസ് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ ഇതിൽ ഫിഗർ വരയ്ക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്.
ഒരു ടവർ ഉണ്ട്. ആ ടവറിന് 30 മീറ്റർ ഡിസ്റ്റൻസിൽ ആ ഗ്രൗണ്ടിൽ നിന്ന് ടവറിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ടവർ AB ആണ്. ഈ ടവറിന് 30 മീറ്റർ ഡിസ്റ്റൻസിൽ ഇവിടുന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് ടവറിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ടവർ. AB ആണ് നമ്മുടെ ടവർ എന്ന് പറയുന്നത്. അപ്പൊ AB ഹൈറ്റ്, അപ്പൊ AB ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ. AB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ടവർ. AB കണ്ടുപിടിക്കണം. ഇവിടെ ഏതൊക്കെ ആംഗിൾ ആണ് നമുക്ക് അറിയുന്നത്? AB എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ തന്നിട്ടുള്ളത് അഡ്ജസന്റ് സൈഡാണ്. ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും വരുന്നത് അപ്പൊ ഏതായിരിക്കും? tan 30 ഇൻ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABC നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AB ബൈ BC. അവിടെ AB കണ്ടുപിടിക്കണം. BC എന്ന് പറയുന്നത് 13 തന്നിട്ടുണ്ട്. tan 30 എന്ന് പറയുന്നത് 1/√3. അപ്പൊ AB എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? AB ഇൻറ്റു √3 ഈക്വൽ ടു 13 വരും. അല്ലെങ്കിൽ AB ഈക്വൽ ടു അങ്ങനെ AB 30/√3 എന്ന് എഴുതിയാൽ AB അവിടെ വെക്കുക, 13 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അപ്പൊ 30/√3. AB എന്ന് പറയുന്നത് 30/√3 ആണ്. അതിനെ റാഷണലൈസ് ചെയ്യുക. 30/√3 ഇൻറ്റു √3 ഡിവൈഡ് ബൈ √3. ഡിനോമിനേറ്ററിൽ √3 വന്നു കഴിഞ്ഞാൽ റാഷണലൈസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ 30√3 ഡിവൈഡ് ബൈ 3. ഇവിടെ ക്യാൻസൽ ആയി 10√3. അപ്പൊ 10√3 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 60 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് 60 മീറ്റർ എബോവിലാണ് കൈറ്റ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് കൈറ്റ് ഉള്ളത്. എ എന്ന് പറയുന്നത് കൈറ്റ്. അപ്പൊ 60 മീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് 60 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. പിന്നെ എന്താണ് പറയുന്നത്? ദ സ്ട്രിങ് അറ്റാച്ച്ഡ് ടു ദ കൈറ്റ് ഈസ് ടെമ്പറലി ടൈഡ് ടു എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഇത് സ്ട്രിങ് ആണ്. കൈറ്റ് എന്നുള്ള സ്ട്രിങ് അത് ടെമ്പറലി ഇവിടെ ഗ്രൗണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ടെമ്പറലി ടൈഡ് ടു എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. ദ ഇൻക്ലിനേഷൻ ഓഫ് ദ സ്ട്രിങ് വിത്ത് ദ ഗ്രൗണ്ട് ഈ 60 ഡിഗ്രി. ആ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് അസ്യൂമിംഗ് ദാറ്റ് ദർ ഈസ് നോ സ്ലാക്ക് ഇൻ ദ സ്ട്രിങ്. അതായത് സ്ട്രിങ്ങിന് കെട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ ഈ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഒരു കൈറ്റ് 60 മീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് 60 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. അത് ആ നൂല് ആ സ്ട്രിങ് എന്ന് പറയുന്നത് ടെമ്പറലി നമ്മൾ ഒരു ടൈ ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ടൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ആ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് കാണേണ്ടത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. AC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്ട്രിങ് എന്ന് പറയുന്നത് കൈറ്റ്. ഇവിടെ കൈറ്റ് ആണുള്ളത്. ഇത് സ്ട്രിങ്. അപ്പൊ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. AC എന്നുള്ള ലെങ്ത്. AC എന്ന് പറയുന്നത് സ്ട്രിങ്. സ്ട്രിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതില് ഓർമ്മിച്ചാൽ മതി. ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസും വരുന്നത് ഏതാണ്? സൈൻ തീറ്റയിൽ അല്ലെ. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC നമുക്ക് എങ്ങനെ പറയാം? സൈൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എത്രയാണ്? 60 ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് AC. സൈൻ 60യുടെ വാല്യൂ √3/2. √3/2 ഈക്വൽ ടു 60 ബൈ AC. അപ്പൊ AC ഇൻറ്റു √3 ഈക്വൽ ടു 60 ഇൻറ്റു 2. അപ്പോൾ AC എന്ന് പറയുന്നത് 60 ഇൻറ്റു 2 ഡിവൈഡ് ബൈ √3. അപ്പോൾ ഇൻറ്റു √3 ഡിവൈഡ് ബൈ √3. 120/3 ഇൻറ്റു √3. അപ്പോൾ 120/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40. ലെങ്ത് ഓഫ് സ്ട്രിങ്. Therefore, ലെങ്ത് ഓഫ് സ്ട്രിങ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 40 √3 മീറ്റർ. യൂണിറ്റ് നോക്കുക, യൂണിറ്റ് മീറ്ററിലാണുള്ളത്. മീറ്റർ എഴുതുക. Sixth question എന്ന് പറയുന്നത് a 1.5 meter tall boy is standing at some distance from a 30 meter tall building. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഒരു 30 meter tall building ഉണ്ട്. 1.5 meter ഉള്ള ഒരു കുട്ടി
ഒരു സം ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ കുട്ടി എന്ത് ചെയ്യുന്നു, അവിടെ the angle of elevation from his eye to the top of the building, ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിലേക്ക് നോക്കുന്നു. അപ്പോൾ ആ കുട്ടി ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവിടെ ടോപ്പ് ഇൻക്രീസസ് ഫ്രം 30 to 60 ഡിഗ്രി ആസ് ഹി വാക്ക് ടുവേർഡ്സ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവിടെ 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഹി വാക്ക് ടുവേർഡ്സ് ദ ബിൽഡിംഗ്. എത്ര ഡിസ്റ്റൻസ് ആണ് ആ കുട്ടി വാക്ക് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അതായത് ഇവിടെ 1.5 മീറ്റർ ഉള്ള കുട്ടി, ഇത് 30 മീറ്റർ ടോൾ ബിൽഡിംഗ്. ആ കുട്ടി ഇവിടെ കണ്ണിൽ നിന്നാണ് നമ്മൾ, അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ളതല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വരുന്നത്. ഇതാണ് 1.5 മീറ്റർ നീളമുള്ള കുട്ടി. ആ കുട്ടിയുടെ കണ്ണിന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി. കുട്ടി കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നപ്പോൾ അത് 30യിൽ നിന്ന് എന്തിലേക്ക് മാറി, 60 ഡിഗ്രിയിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എത്ര ഡിസ്റ്റൻസ് നടന്നു എന്നുള്ളതാണ്, ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്ര ഡിസ്റ്റൻസ് നടന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ഡിസ്റ്റൻസ് AF, ഇവിടുന്ന് കുട്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും എന്ത്, AF, കാരണം നടക്കുവാണല്ലോ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ആ ഡിസ്റ്റൻസ് കാണണം അവിടെ. അപ്പോൾ ഇത് ഗ്രൗണ്ടിൽ നിന്നുള്ളതല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ മാത്രമേ ഇതിന്റെ ഫിഗർ വരുള്ളൂ. അപ്പോൾ ഈ X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. X കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതായത് DEA എന്നുള്ള ഒരു ട്രയാങ്കിളും അതുപോലെ DEF എന്നുള്ള വേറൊരു ട്രയാങ്കിൾ. ആ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് X കണ്ടുപിടിക്കാൻ വേണ്ടി. കുട്ടി എത്ര ഡിസ്റ്റൻസ് ആണ് ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വാക്ക് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഒന്നും അറിയില്ല, ആംഗിൾ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ബിൽഡിങ്ങിന്റെ മൊത്തം ഹൈറ്റ് എത്രയാണ്, 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് CD, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ AB 1.5 ആണെങ്കിൽ CE എന്ന് പറയുന്നത് എന്തായിരിക്കും, CE 1.5 ആയിരിക്കും. കാരണം ഒരു ഇതുപോലെയല്ലേ ഉള്ളത് റെക്ടാങ്കിൾ. അപ്പൊ ഈ ഭാഗം 1.5 ആണെങ്കിൽ ഈ ഭാഗവും 1.5. അപ്പോൾ CD എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ DE എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, DE ഈക്വൽ ടു CD മൈനസ് CE. CDയിൽ നിന്ന് CE മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, DE എന്നുള്ളത് കിട്ടും. CD എത്രയാണ് ഇവിടെ 30 മൈനസ് 1.5. 30യിൽ നിന്ന് 1.5 മൈനസ് ചെയ്യാണ്. ഇവിടെ 5 ഇവിടെ 9 ആയി. 9 എന്ന് പറയുമ്പോൾ 28.5 ആണ് DE. ഈ ഡിസ്റ്റൻസ് നമുക്ക് 28.5 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് കുട്ടി എത്ര ദൂരം നടന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഈ ട്രയാങ്കിൾ DEA എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡ് നമുക്ക് ആവശ്യമില്ല. ഈ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് അഡ്ജസന്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉപയോഗിച്ചാൽ മതി, ടാൻ അല്ലെ, ടാൻ. അപ്പൊ ഈ ഒരു വലിയ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് അവിടെ എന്താണ്, DE ബൈ AE ആണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് 28.5 നമ്മളിപ്പോ കണ്ടുപിടിച്ചു. 28.5 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് ഡിസ്റ്റൻസും അറിയില്ല. ഇവിടെ AE എന്ന് പറയുന്നത് എന്താണ്, AF പ്ലസ് FE ആണ്. AE എന്ന് പറയുന്നത് AF പ്ലസ് FE. FE നമ്മൾ y ആയിട്ട് എടുത്തു, AF എന്ന് പറയുന്നത് x ആയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ AE എന്ന് പറയുന്നത് x പ്ലസ് y. ഇനി tan 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√3. 1/√3 ഈക്വൽ ടു 28.5 ഡിവൈഡ് ബൈ x പ്ലസ് y. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x പ്ലസ് y ഈക്വൽ ടു 28.5√3 എന്ന് കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് y അറിയില്ല. y അറിയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇൻ ട്രയാങ്കിൾ DEF എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് y ആണ് വേണ്ടത്. y എന്ന് പറയുന്നത് ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡാണ്. അപ്പോ tan 60 ഈക്വൽ ടു DE ബൈ FE. DE എന്ന് പറയുന്നത് 28.5 ഡിവൈഡ് ബൈ FE എന്ന് പറയുന്നത് y ആണ്. tan 60 എന്ന് പറയുന്നത് √3 ആണ്.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. y ഇൻറ്റു √3 ഈക്വൽ ടു 28.5 y ഈക്വൽ ടു 28.5 ബൈ √3. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ 1 എന്നോ 2 എന്നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് y എന്ന് പറയുന്നത് 28.5 ബൈ √3 ഈക്വൽ ടു 28.5 √3 ആണ് അവിടെ ഉള്ളത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 28.5 √3 മൈനസ് 28.5 ബൈ √3. ഇതില് നമുക്ക് 28.5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? √3 മൈനസ് 1 ബൈ √3. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ 28.5 ഇൻറ്റു ഇത് √3 ഇൻറ്റു √3 എന്ന് പറയുന്നത് 3 മൈനസ് 1 ബൈ √3. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇൻറ്റു √3 റാഷണലൈസ് ചെയ്യണം. ആ കിട്ടിയതിനെ പിന്നീട് നമ്മൾ റാഷണലൈസ് ചെയ്യണം. കാരണം ഡിനോമിനേറ്ററിലാണ് √3 ഉള്ളത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ √3 ആയതുകൊണ്ട് റാഷണലൈസ് ചെയ്യുക. അവിടെ 28.5 ബൈ 3 ഇവിടെ 2 ഉണ്ട്. നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. x is equal to 28.5 by 3 into √3 എന്ന് വരും. അതായത് √3 into √3 3 ആയി. ഇത് into √3 3 minus 1 എന്ന് പറയുന്നത് 2. അപ്പോൾ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 28.5 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ആവുമോ നോക്കാൻ മതി. 3 കൊണ്ട് 9 അതായത് 9 3s are 27 50 into 5 9.5 into 2 into √3 ആണ് വരുന്നത്. 9.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 √3 300 യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് വാക്ക് ടുവേർഡ്സ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് അവിടെ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 19 √3 മീറ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.